നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിലാണ് പോരാട്ടം. സൂപ്പർ 8ലേക്ക് എത്തുന്നതിന് മുമ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ട് ടീമും ഒരുപോലെ സ്ട്രഗിൾ ചെയ്ത് മുന്നേറിയവരാണ്. നേപ്പാൾ ശരിക്ക് വിറപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിനെ. വെറും 4 റൺസിനാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. അതുപോലെ നെതർലൻഡ്സ് പാകിസ്ഥാനെ ശരിക്കും വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാന് നല്ല കൊട്ട് കൊടുത്തിരുന്നു. സ്കോട്ട്ലൻഡിനോടും ഇറ്റലിയോടും ജയിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് മുന്നോട്ടേക്ക് കയറിയത്. അതും പക്ഷേ സ്കോട്ട്ലൻഡും ഇറ്റലിയും മോശമല്ലാത്ത പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനും അതുപോലെ USA-ക്കെതിരെയും നമീബിയക്കെതിരെയും വിജയിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് വന്നത്. പക്ഷേ സൂപ്പർ 8ൽ കളി മാറി, കഥ മാറി. ശ്രീലങ്കയെ, മിന്നും ഫോമിൽ നിന്ന ശ്രീലങ്കയെ തോൽപ്പിച്ചു അവരുടെ മണ്ണിലിട്ട് ഇംഗ്ലണ്ട്. അവരുടെ ശക്തി മുഴുവൻ ഇംഗ്ലണ്ട് ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ്. ശ്രീലങ്കൻ മണ്ണിൽ അവർക്കുള്ള അനുഭവ സമ്പത്തും ഉപയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ 8ലെ ആദ്യ മത്സരം മഴ കൊണ്ടുപോയി. ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരം അങ്ങനെ 1-1 ഓരോ പോയിൻ്റ് രണ്ട് ടീമിനും കൊടുത്തു കണ്ട് അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഈ കളി ജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഇംഗ്ലണ്ട് ആവട്ടെ അവരുടെ കരുത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ഘട്ടവുമാണ്. ടീം ന്യൂസിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിൻ്റെ ടീം ഓൾറെഡി വെൽ ബാലൻസ്ഡ് ആണ്. അവരുടെ സ്പിൻ ഓപ്ഷൻസ് നോക്കുക. ആദിൽ റഷീദ്, ലിയാൻ ഡോസൻ, വിൽ ജാക്സ്, ജേക്കബ് ബത്തൽ, അതുപോലെ ഓൾ ഔട്ട് പേസ്, ജോഫ്രെ ആർച്ചറുടെ ഓൾ ഔട്ട് പേസ്, ദെൻ JB ഓവർട്ടൺ, ഹിറ്റ് ദി ഡെക്ക് ഹാർഡ് എന്നുള്ള മോഡസ് ഓപ്പറാൻഡിയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാം കറൻ ഉണ്ട്. സാം കറൻ്റെ ഡെത്ത് ബൗളിങ്ങും മിഡിൽ ഓർഡറിലെ റൺസിൻ്റെ സംഭാവനയും ഒക്കെ ഇംഗ്ലണ്ടിനെ ഈ ടൂർണമെൻറ്റിൽ ഓൾറെഡി ചില ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ശ്രീലങ്കയ്ക്കെതിരെ ഒരു സിംഗിൾ ഓവർ പോലും എറിയാൻ അയാളെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് അറ്റാക്കിൻ്റെ ബാലൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ബാറ്റിങ്ങിൽ പിന്നെ പവർ പാക്ക്ഡ് ആയിട്ടുള്ളൊരു ലൈനപ്പാണല്ലോ. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രോബബിൾ 11 നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലറുടെ ഫോമിൻ്റെ കാര്യത്തിലാണ് ഒരു ആശങ്ക. അദ്ദേഹം അത് തിരികെ പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. ഫിൽ സാൾട്ടും ജോസ് ബട്ട്ലറും കഴിഞ്ഞാൽ പിന്നാലെ ജേക്കബ് ബത്തൽ, ടോം ബാൻഡൺ, ഹാരി ബ്രൂക്ക്, സാം കറൻ, വിൽ ജാക്സ്, ലിയാം ഡോസൻ, ജേമി ഓവർട്ടൺ, ജോഫ്രെ ആർച്ചർ, ആദിൽ റഷീദ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് 11 എങ്കിൽ ന്യൂസിലാൻഡിനെതിരെ പാകിസ്ഥാൻ ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും അന്നത്തെ ദിവസം അവർ കളിക്കാൻ വേണ്ടി ടോസിൻ്റെ സമയത്ത് കൊടുത്ത 11 ഉണ്ടല്ലോ, ആ 11 തന്നെ ഈ കളിക്കും നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫക്കർ സമൻ ആ ഒരു 11ലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് പവർ ഒക്കെ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാനുള്ളത്. അപ്പോൾ കോജ നഫായിക്ക് പകരം ഫക്കർ സമൻ ഉണ്ടാകും. പിന്നെ ഇഷ്ടം പോലെ സ്പിൻ ഓപ്ഷൻ അവർക്കുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഒരൊറ്റ പേസ് ബൗളിംഗ് സ്പെഷ്യലിസ്റ്റിനെ വെച്ചുകൊണ്ട്, അതായത് മിർസയെ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു 11 ഇറക്കാനായിരിക്കും അവർ ശ്രമിക്കുക. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പ്രോബബിൾ 11 നോക്കിയാൽ ഷാഹിബ്സാദ ഫർഹാൻ, സൈം അയൂബ്, സൽമാൻ അലി ആഗ, ബാബർ അസം, ഫക്കർ സമൻ, ഷദബ് ഖാൻ, ഉസ്മാൻ ഖാൻ, മുഹമ്മദ് നവാസ്, ഫഹീം അഷ്റഫ്, സൽമാൻ മിർസ, ഒസ്മാൻ താരിഖ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11. പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രഷ് പിച്ചിലാണ് ഈ കളി നടക്കാൻ പോകുന്നത്. അപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെറ്റർ ബാറ്റിംഗ് ആണ്. ഈ ഒരു പിച്ചിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ബെറ്റർ ഫോർ ബാറ്റിംഗ് ദാൻ ദി വൺ യൂസ്ഡ് ബൈ ഇംഗ്ലണ്ട് ശ്രീലങ്ക ഓൺ സൺഡേ. അപ്പോൾ ആ പിച്ചിനേക്കാൾ, ഇംഗ്ലണ്ട് ശ്രീലങ്ക മത്സരത്തിന് ഉപയോഗിച്ച പിച്ചിനേക്കാൾ കുറച്ചുകൂടി ബാറ്റിങ്ങിന് ഗുണകരമാകുന്ന ഒരു പിച്ചിലാണ് മത്സരം എന്ന് പറയുന്നത്. ഏതായാലും മികച്ച രൂപത്തിലുള്ള ഒരു പിച്ചാണ്. റൺസ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 31 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു കളിക്ക് ചൂട് പ്രതീക്ഷിക്കുന്നത്. ഫോർകാസ്റ്റ് സൺഷൈൻ വിത്ത് ലൈറ്റ് വിൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കളി നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. സോ മികച്ചൊരു പോരാട്ടം ഇന്ന് നടക്കും. ആര് ജയിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഡു ഓർ ഡൈ എന്ന രൂപത്തിലേക്ക് പാകിസ്ഥാന് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആദ്യ കളി നടക്കാതായതുകൊണ്ട് തന്നെ. ഇപ്പോൾ ആ ഗ്രൂപ്പ് നോക്കിയാൽ കാര്യം വളരെ വ്യക്തമാണ്.
ഒരു കളി 2 പോയിൻറ്റുമായിട്ട് ഇംഗ്ലണ്ട് ഒന്നാമതാണ്. ന്യൂസിലാൻഡിനും പാകിസ്ഥാനും ഓരോ പോയിൻറ്റുകളുമായിട്ട് നിൽക്കുകയുമാണ്. അപ്പോൾ ഇത് ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ 1-ാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റും. പക്ഷേ ഇംഗ്ലണ്ട് ജയിച്ചാൽ 4 പോയിൻറ്റോടെ അവർ ഏതാണ്ട് സെമി ഫൈനൽ ഉറപ്പിക്കുന്ന ഒരു മട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.